നേപ്പാളിലെ തെരുവ് വീഥികളിലുള്ള കുട്ടികൾ ഇപ്പോൾ ഒന്നടങ്കം പറയുന്നത് നരേന്ദ്രമോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം, ശർമ്മ ഒലിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി അല്ല എന്നാണ്. ഇത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ വൈറലായിട്ടുണ്ട്. നേപ്പാളിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബൈറ്റ് വയ്ക്കുന്നിടത്തെല്ലാം കുട്ടികൾ പറയുന്നത് ഇന്ത്യയിലേക്ക് നോക്കൂ, നരേന്ദ്രമോദിയെപ്പോലെയുള്ളൊരു ഭരണാധികാരിയാണ് ഞങ്ങൾക്ക് ആവശ്യം. നരേന്ദ്രമോദിയെപ്പോലുള്ളൊരു ഭരണാധികാരി ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നേപ്പാൾ ഇപ്പോൾ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നിന്നേനെ എന്നാണ് ഇപ്പോൾ നേപ്പാളിലെ ജൻസി പിള്ളേർ പറയുന്നത്. അവിടെ ബാലൻ വന്നു കഴിഞ്ഞാൽ, അതായത് ബാലേന്ദ്ര ഷാ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയെപ്പോലെ അദ്ദേഹം ഭരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് ഇപ്പോൾ നേപ്പാളിലെ കുട്ടികൾ പറയുന്നത്. ഒലിയെ കൊണ്ട് പൊറുതിമുട്ടിയാണ് ഒലിക്കെതിരെ ഈ വലിയ പ്രതിഷേധം ഇവിടെ തുടങ്ങിയത് എന്നും നേപ്പാളിലെ കുട്ടികൾ പറയുന്നു. പോരാത്തതിന് ജൻസി കുട്ടികൾ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയെപ്പോലൊരു പ്രധാനമന്ത്രി ഇനി എന്ന് ഞങ്ങൾക്ക് വരും എന്നറിയില്ല, പക്ഷേ ബാലേന്ദ്ര ഷാ നരേന്ദ്രമോദിക്ക് തുല്യനാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമങ്ങളോടെല്ലാം ഇവർ പറയുന്നത് ഇന്ത്യ ഇപ്പോൾ വളരെ ഗംഭീരമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ യൂത്തിനെ നോക്കൂ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വലിയ ജോലി സാധ്യതകളുണ്ട്, അവർ ഇപ്പോൾ സ്വന്തമായി കാശുണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ നമുക്കിവിടെ ചെയ്യാനായി സാധിക്കുന്നില്ല. കാരണം ഇവിടെ നടക്കുന്നത് സ്വജനപക്ഷപാതമാണ്. ഇവിടെ നടക്കുന്നത് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല, സർക്കാർ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ബൈറ്റ്, അത് രാജൻ ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു ടീനേജ് ചെറുപ്പക്കാരൻ്റെ ബൈറ്റാണ്, അതായത് ഒരു കൗമാരക്കാരൻ്റെ ബൈറ്റാണ്. ഇയാൾ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലുള്ള ആൾക്കാരാണ് ഇനി നേപ്പാൾ ഭരിക്കാൻ വരേണ്ടത് എന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.